നമസ്കാരം, വിഡി സ്റ്റാറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൗദിയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ കുറവെന്ന് ആഭ്യന്തര മന്ത്രാലയം. 70% കുറ്റകൃത്യങ്ങളിലും ശിക്ഷാവിധി പൂർത്തിയാക്കി. കുറ്റവാളികളെ പിടികൂടാൻ നവമാധ്യമങ്ങൾ സഹായകമാകുന്നുവെന്നും മേജർ ജനറൽ മൻസൂർ തുർക്കി. തൊഴിലവസരം സൃഷ്ടിക്കാനും തൊഴിലില്ലായ്മ തടയാനും പുതിയ സഭയ്ക്ക് സൗദി മന്ത്രിസഭയുടെ അംഗീകാരം. പദ്ധതി ആസൂത്രണം സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. പദ്ധതി തൊഴിൽ വിപണിക്ക് ഉണർവുണ്ടാക്കും. വിദേശ തൊഴിലാളികളുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്കുള്ള വാർഷിക ലെവി പിൻവലിച്ചെന്ന വാർത്ത തെറ്റെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം. ലെവിയിൽ ഇളവ് നൽകിയത് ചെറുകിട സ്ഥാപനങ്ങൾക്ക് മാത്രം. ശരിയായ ഉറവിടത്തിൽ നിന്നുള്ള വാർത്തകളാണോ എന്ന് ഉറപ്പുവരുത്തണമെന്നും സൗദി. വിശദമായ വാർത്തകളിലേക്ക്. സൗദിയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ 10.01% കുറവ് വന്നതായി സൗദി ആഭ്യന്തര മന്ത്രാലയം. രേഖപ്പെടുത്തിയ കുറ്റകൃത്യങ്ങളിൽ 70%ലും ശിക്ഷാവിധി പൂർത്തിയാക്കി. കുറ്റവാളികളെ പിടികൂടാൻ നവമാധ്യമങ്ങളും സഹായകരമാകുന്നുവെന്നും കണ്ടെത്തി. ചെറുതും വലുതുമായ 1,00,000-ഓളം കുറ്റകൃത്യങ്ങളാണ് ഈ വർഷം സൗദിയിൽ രജിസ്റ്റർ ചെയ്തത്. അതേസമയം മുൻവർഷത്തെ അപേക്ഷിച്ച് നടപ്പ് വർഷത്തിൽ 10% മുകളിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ വക്താവ് മേജർ ജനറൽ മൻസൂർ തുർക്കി അറിയിച്ചു. വർഷാന്ത്യത്തോടനുബന്ധിച്ച് രാജ്യത്തെ ക്രിമിനൽ കേസുകളും ക്രമസമാധാന പാലനവും സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. هي تتورط طبعا في جرائم القتل العمد وفي التهديد ومحاولة القتل وفي الطعن. نسبة تورطها في القتل العمد يعني تصل إلى 3.3% تقريبا. ولكنها أيضا നഗരങ്ങൾ മാറുന്തോറും കുറ്റങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ദൃശ്യമാകുന്നുണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ ക്രൈം റെക്കോർഡ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 25%-ലധികം വർധനവുണ്ടായിട്ടുണ്ട്. റിയാദിൽ ഭവനഭേദനം, കാർ മോഷണം, കവർച്ച എന്നിവയാണ് കൂടുതൽ. ജിദ്ദയിൽ കൊലപാതകവും മുറിവേൽപ്പിക്കലുമാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 7%-ഓളം കുറ്റകൃത്യങ്ങളിൽ വനിതകളാണ് പ്രതികൾ. നവമാധ്യമങ്ങളുടെ ഇടപെടൽ കുറ്റവാളികളെ പിടികൂടാൻ കൂടുതൽ സഹായകമാകുന്നുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കെസിഎം അബ്ദുള്ള, മീഡിയ 1, റിയാദ്. തൊഴിലവസരം സൃഷ്ടിക്കാനും തൊഴിലില്ലായ്മ തടയാനും പുതിയ സഭയ്ക്ക് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തൊഴിൽ വിപണിക്ക് കൂടുതൽ ഉണർവുണ്ടാകുന്ന പദ്ധതി ആസൂത്രണത്തിന് അംഗീകാരം നൽകിയത്. സർക്കാർ സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, രാജ്യത്തെ സ്വദേശി യുവാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ കുറച്ചുകൊണ്ടുവരിക എന്നിവയാണ് പുതിയ സഭയുടെ ദൌത്യങ്ങൾ. ഉന്നത സഭാ അധ്യക്ഷൻ കൂടിയായ രണ്ടാം കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ മേൽനോട്ടത്തിലാണ് പുതിയ സഭ രൂപീകരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നിയമിക്കുന്ന പ്രസിഡന്റിനു പുറമെ സഭാംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഗവർണർ, സർക്കാർ സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള 2 പ്രതിനിധികൾ എന്നിവരാണ് സഭയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക. തൊഴിൽ മന്ത്രാലയത്തിന് പുറമെ തൊഴിൽ വിപണിയുമായി ബന്ധമുള്ള എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമായും സഹകരിച്ചുകൊണ്ടാണ് സഭയുടെ പ്രവർത്തനം മുന്നോട്ടു പോവുക. മീഡിയ 1, റിയാദ്. വിദേശ തൊഴിലാളികളുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മേൽ ഈടാക്കി വരുന്ന വാർഷിക ലെവി പിൻവലിച്ചെന്ന വാർത്ത സൗദി തൊഴിൽ മന്ത്രാലയം നിഷേധിച്ചു. അതേസമയം 9 വരെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് ലെവി ഈടാക്കുന്നില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദേശികളുടെ താമസരേഖകൾ പുതുക്കുന്നതിന് ഏർപ്പെടുത്തിയ 2,400 റിയാൽ വാർഷിക ലെവി നിരുപാധികം പിൻവലിച്ചതായി വാർത്തകൾ പ്രചരിച്ച സാഹചര്യത്തിലാണ് തൊഴിൽ മന്ത്രാലയം വിശദീകരണം പുറത്തിറക്കിയത്. ഇത് സംബന്ധമായി സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈൻ പത്രങ്ങളിലും പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാപരമല്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ രംഗത്ത് പുതിയ നിയമങ്ങൾ വരുന്നതിനിടെയാണ് ലെവി എടുത്തുകളഞ്ഞതായി വ്യാജവാർത്ത പ്രചാരണം നേടിയത്. വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് ശരിയായ ഉറവിടത്തിൽ നിന്നാണ് വാർത്തകളെന്ന് ഉറപ്പുവരുത്തണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. അതേസമയം ജീവനക്കാരനായി രജിസ്റ്റർ ചെയ്ത സ്പോൺസർ ഉൾപ്പെടെ 9 തൊഴിലാളികൾ വരെയുള്ള ചെറുകിട സ്ഥാപനങ്ങൾക്ക് ലെവിയിൽ ഇളവ് നൽകി വരുന്നതായി മന്ത്രാലയം സ്ഥിരീകരിച്ചു. 2014 ജൂൺ 23 ചേർന്ന മന്ത്രിസഭ പാസാക്കിയ തീരുമാനപ്രകാരമാണ് ഇത്. എന്നാൽ സ്പോൺസർ മറ്റൊരു സ്ഥാപനത്തിലെ ജീവനക്കാരനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെയുള്ള തൊഴിലാളികൾക്ക് ഈ ഇളവ് ലഭിക്കുകയില്ല. സ്വദേശി ജീവനക്കാരുടെ എണ്ണത്തിന്റെ അനുപാതത്തിന് താഴെ വരുന്ന വിദേശി ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലെ വിദേശികളുടെ ഇഖാമ പുതുക്കുകയോ പുതിയതിന് അപേക്ഷിക്കുകയോ ചെയ്യുന്ന വേളയിൽ 2,400 റിയാൽ ലെവി ഈടാക്കാൻ 2011 മന്ത്രിസഭ തീരുമാനിച്ചത്. മീഡിയ 1, റിയാദ്. സൗദിയിലെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ വാർഷിക സാമ്പത്തിക റിപ്പോർട്ട് വ്യവസായ മന്ത്രാലയത്തിൽ സമർപ്പിക്കാത്തവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാവുമെന്ന് സൗദി വ്യവസായ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ മുന്നറിയിപ്പ് നൽകി.
സൗദി വാണിജ്യ വ്യവസായ മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന പുതിയ പദ്ധതിയുടെ ഭാഗമായി എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും അവരുടെ വാർഷിക സാമ്പത്തിക റിപ്പോർട്ടുകൾ വ്യവസായ മന്ത്രാലയത്തിൽ സമർപ്പിക്കണം. ഇതിനുവേണ്ടി പ്രത്യേകം പദ്ധതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. നവംബർ അവസാനത്തോടെ രാജ്യത്തുള്ള എല്ലാ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളും അവരുടെ വാർഷിക സാമ്പത്തിക റിപ്പോർട്ട് വാണിജ്യ മന്ത്രാലയത്തിൽ സമർപ്പിക്കണമെന്നാണ് ഉത്തരവ്. ഇതിൽ കാലതാമസം വരുത്തുന്നവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും വ്യവസായ മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴിയാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. സൗദി അക്കൗണ്ടന്റ് ഓർഗനൈസേഷൻ, സക്കാത്ത് കമ്മീഷൻ എന്നീ വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിൽ വീഴ്ച വരുത്തുന്നവർക്ക് 20,000 സൗദി റിയാൽ പിഴയും 1 വർഷം തടവുമായിരിക്കും ശിക്ഷ എന്നും ഉത്തരവിൽ പറയുന്നു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. 2015 ജനുവരി മുതലുള്ള കണക്കാണ് സമർപ്പിക്കേണ്ടത്. രാജ്യത്തിന്റെ സമ്പത്ത് അനധികൃതമായി അന്യരാജ്യങ്ങളിലേക്ക് കടത്തുന്നത് ഇതിലൂടെ തടയാനാവും. ബിനാമി കച്ചവടക്കാരെ ഇതിലൂടെ സമ്മർദ്ദത്തിലാക്കുക എന്നതും പദ്ധതിയുടെ ഭാഗമാണെന്ന് ഉത്തരവിൽ സൂചിപ്പിക്കുന്നു. മുഹമ്മദ് ഷെരീഫ്, മീഡിയ 1, ദമാം. 2022 ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സ്റ്റേഡിയം നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്ക് മികച്ച സൗകര്യങ്ങളും ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നതെന്ന് റിപ്പോർട്ട്. പ്രാദേശിക വെബ് പോർട്ടലാണ് തൊഴിലാളികളുടെ താമസ സൗകര്യങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്നാൽ രാജ്യത്തെ മറ്റു പല നിർമ്മാണ കേന്ദ്രങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഈ സൗകര്യങ്ങൾ ലഭ്യമല്ലെന്നും പോർട്ടൽ റിപ്പോർട്ടിൽ പറയുന്നു. ഖത്തർ ഫിഫ ലോകകപ്പിനായി രാജ്യത്ത് നടക്കുന്ന സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ട തൊഴിലാളികളുടെ അവസ്ഥകളാണ് പോർട്ടൽ പരിശോധിച്ചത്. അൽവാബിൽ പുരോഗമിക്കുന്ന ഖലീഫ സ്റ്റേഡിയത്തിലെ തൊഴിലാളികളുടെ സൗകര്യങ്ങൾ സന്ദർശിച്ച് തൊഴിലാളികൾക്ക് മികച്ച സൗകര്യങ്ങളും ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നതെന്ന് റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തി. തൊഴിലാളികൾക്കുള്ള താമസ സ്ഥലങ്ങളിൽ ഒരു മുറിയിൽ പരമാവധി 4 പേരാണ് കഴിയുന്നത്. വൃത്തിയുള്ള കിടപ്പുമുറിയും ആഹാരം കഴിക്കാൻ വെടിപ്പുള്ള ഹാളും ലഭിക്കുന്നുണ്ട്. എന്നാൽ രാജ്യത്തെ മറ്റു പല നിർമ്മാണ കേന്ദ്രങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഈ സൗകര്യങ്ങൾ ലഭ്യമല്ല. വിവിധ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത കമ്പനികൾക്ക് തൊഴിലാളികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശങ്ങളാണ് ലോകകപ്പ് സംഘാടകർ നൽകുന്നത്. ഖത്തർ തൊഴിൽ നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾക്കും മുകളിലാണ് ഈ തൊഴിലാളികൾക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ. സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയുടെ മേൽനോട്ടം നിർമ്മാണ രംഗത്തെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഉതകുന്നതാണെന്നും റിപ്പോർട്ടിലുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾ വരുത്തുന്ന കമ്പനികൾക്ക് കരാർ തന്നെ നഷ്ടമാകുമെന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ ഇതുവരെ ഒറ്റ നിർമ്മാണ കമ്പനികൾക്കെതിരെയും ഇത്തരത്തിൽ നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടില്ലെന്ന് സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി ഓഡിറ്ററും പരിശീലകനുമായ സ്റ്റീഫൻ വാൻഡിംഗ് പറഞ്ഞു. തൊഴിലാളികൾക്കായി ഒരുക്കുന്ന പാർപ്പിട കേന്ദ്രങ്ങൾക്ക് വേണ്ടത്ര നിലവാരമില്ലാത്തതിനാൽ 18ഓളം കമ്പനികൾക്ക് സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ കരാർ ലഭിക്കാതെ പോയതായും അദ്ദേഹം പറഞ്ഞു. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഫിഫയുമായി അനുനയത്തിലെത്താൻ കുവൈത്ത് പ്രതിനിധി സംഘം സ്വിറ്റ്സർലൻഡിലേക്ക് പുറപ്പെട്ടു. കുവൈത്ത് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടൽ നടക്കുന്നുവെന്ന് ആരോപിച്ച് ഫിഫ വിശദീകരണം തേടിയ പശ്ചാത്തലത്തിലാണ് കായിക യുവജനകാര്യ മന്ത്രിയും പാർലമെന്റ് സംഘവും ഫിഫ ആസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചത്. KFUയുടെ പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ അനാവശ്യ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന ആരോപണത്തിന് ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ കുവൈത്തിനോട് വിശദീകരണം തേടിയിരുന്നു. ഈ മാസം 15-നകം ഇത് സംബന്ധിച്ച വിശദീകരണം നൽകണമെന്നും മറുപടി തൃപ്തികരമല്ലെങ്കിൽ 27 മുതൽ കുവൈത്തിനെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കില്ല എന്നുമായിരുന്നു ഫിഫയുടെ നിലപാട്. കഴിഞ്ഞ മാസം 25-ന് ചേർന്ന ഫിഫ നിർവാഹക സമിതിയാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ ഏതു തരത്തിലുള്ള ഇടപെടലാണ് കുവൈത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് ഫിഫ വ്യക്തമാക്കിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വിലക്കൊഴിവാക്കാൻ കായിക യുവജനകാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന വാർത്താവിതരണ മന്ത്രി ഷെയ്ഖ് സൽമാൻ അൽ മഹ്മൂദ് അസ്സബാഹ് സ്വിറ്റ്സർലൻഡിലേക്ക് തിരിച്ചത്. ആദ്യം ഇന്റർനാഷണൽ ഒളിമ്പിക് കൗൺസിൽ അധികൃതരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. KFA അടക്കം രാജ്യത്തെ എല്ലാ കായിക സംഘടനകളും സർക്കാർ ഇടപെടലില്ലാതെ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താനായാണ് മന്ത്രിയും സംഘവും ശ്രമിക്കുക. IOC പ്രതിനിധികളുമായി കൂടിയാലോചിച്ച ശേഷം ആവശ്യമെങ്കിൽ മന്ത്രി ഫിഫ അധികൃതരെയും കാണും. ഇതോടൊപ്പം സർക്കാർ ഇടപെടലായി ഫിഫ അധികൃതർ തെറ്റിദ്ധരിക്കാൻ ഇടയാക്കിയ നിയമങ്ങളെക്കുറിച്ച് ഫിഫ അധികൃതരെ ബോധ്യപ്പെടുത്താൻ പാർലമെന്ററി യുവജനകാര്യ കമ്മിറ്റി ചെയർമാൻ MP അബ്ദുള്ള അൽ മയൂഫിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘവും സൂറിച്ചിലേക്ക് തിരിച്ചിട്ടുണ്ട്. നേരത്തെ 2 തവണ കുവൈത്ത് ഫുട്ബോൾ അസോസിയേഷന് ഫിഫ വിലക്കേർപ്പെടുത്തിയിരുന്നു. 3ാം തവണയും വിലക്ക് ലഭിക്കുകയാണെങ്കിൽ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ പോലും കുവൈത്തിന് പങ്കെടുക്കാനാകാതെ വരും. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് കുവൈത്ത് തിരക്കിട്ട അനുരഞ്ജന നീക്കങ്ങൾ ആരംഭിച്ചത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. 2017-2022 കാലയളവിലെ ഖത്തർ ദേശീയ ആരോഗ്യ പഞ്ചവത്സര പദ്ധതി തൊഴിലാളികളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകുന്നതായിരിക്കുമെന്ന് സുപ്രീം ആരോഗ്യ കൗൺസിൽ വ്യക്തമാക്കി.
2011-2016 കാലത്തെ ദേശീയ ആരോഗ്യ പദ്ധതിയുടെ പൂർത്തീകരണത്തോടെയാണ് 2017 പദ്ധതിക്ക് തുടക്കമാകുക. രാജ്യത്ത് തൊഴിൽ ചെയ്യുന്ന താഴ്ന്ന വരുമാനക്കാരുടെയും ഇടത്തരം വരുമാനക്കാരുടെയും ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചും തൊഴിലിടങ്ങളിൽ നേരിടേണ്ടി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ദേശീയ ആരോഗ്യ പഞ്ചവത്സര പദ്ധതിയിൽ പ്രതിപാദിക്കുന്നുണ്ടെന്ന് സുപ്രീം ആരോഗ്യ കൗൺസിൽ പൊതുജനാരോഗ്യം വിഭാഗം ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽത്താനി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആരംഭിച്ച തൊഴിലാളികളുടെ ആരോഗ്യവും ക്ഷേമവും പ്രമേയമാക്കിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2017-2022 ആരോഗ്യ പഞ്ചവത്സര പദ്ധതി 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മുൻനിർത്തിയുള്ളതാണ്. ആരോഗ്യക്ഷേമത്തോടൊപ്പം ശാരീരിക വൈകല്യങ്ങളും അപകടങ്ങളും കുറക്കുന്ന നടപടികൾക്കായിരിക്കും ഇതിൽ മുൻതൂക്കം. ആരോഗ്യകരമായ ചുറ്റുപാടുകൾ സൃഷ്ടിക്കുന്നതിലും ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും പദ്ധതി പ്രാമുഖ്യം നൽകുന്നുണ്ട്. വിവിധ മേഖലകളിൽ കായികാധ്വാനം കൂടിയ ജോലിക്കാരുടെയും വൈറ്റ് കോളർ ജോലിക്കാരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരുപോലെ പരിഗണന നൽകുന്നതായിരിക്കും പുതിയ പദ്ധതി. തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ കുറഞ്ഞിട്ടുണ്ടെന്നും ഓരോ വർഷവും 5% കുറയ്ക്കുകയാണ് ആരോഗ്യ കൗൺസിലിന്റെ ലക്ഷ്യമെന്നും അൽത്താനി പറഞ്ഞു. ജനസംഖ്യയിൽ വർധനയുണ്ടെങ്കിലും തൊഴിൽ മേഖലയിലെ അപകടങ്ങളിൽ 40% കുറവുണ്ട്. എബോള, മെർസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന പരിപാടികളും അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ജോലിസ്ഥലത്തെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനുള്ള പരിപാടികളും കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളും പദ്ധതിയിലുണ്ട്. 2011 മുതൽ 2016 വരെയുള്ള ആരോഗ്യ പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമിട്ട 61% പദ്ധതികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. മീഡിയ 1 ദോഹ. കെട്ടിടങ്ങളിൽ അഗ്നിശമന സംവിധാനങ്ങൾ ഉൾപ്പെടെ ആവശ്യത്തിന് സുരക്ഷാ മുൻകരുതലുകളില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് ഷാർജ അധികൃതർ അറിയിച്ചു. ഷാർജയിൽ തുടർച്ചയായുണ്ടാകുന്ന തീപിടുത്തത്തെ തുടർന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. കെട്ടിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ തരണം ചെയ്യാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് സർക്കാർ നിബന്ധനയുണ്ട്. എന്നാൽ സംവിധാനമൊരുക്കുന്നതിൽ വീഴ്ചയുണ്ടാകുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടിയുണ്ടാവുമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. ഈയിടെ ഷാർജയിൽ തുടർച്ചയായുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടങ്ങളിലെ അഗ്നിശമന സൗകര്യങ്ങളുടെ അപര്യാപ്തത പ്രയാസം സൃഷ്ടിച്ചിരുന്നു. സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് തീപടരാൻ ഇടയാക്കിയതെന്നും റിപ്പോർട്ടുണ്ട്. കെട്ടിടത്തിലുണ്ടായിരിക്കേണ്ട അടിസ്ഥാന സംവിധാനങ്ങളുടെ അഭാവത്തിൽ തീയണക്കാനെത്തിയ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ സ്വന്തമായി കൊണ്ടുവന്ന അഗ്നിശമന സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തത് ഗുരുതര വീഴ്ചയായിട്ടാണ് കാണുന്നതെന്നും മുൻകരുതലുകളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അബ്ദുള്ള സയ്യിദ് അൽ സുബൈദി മുന്നറിയിപ്പ് നൽകി. ഈയിടെ നടന്ന തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ നടപടിയുണ്ടാവുമെന്നും അധികൃതർ പറഞ്ഞു. മീഡിയ 1 ഷാർജ. മൂന്നാമത് ഷാർജ അന്താരാഷ്ട്ര കുട്ടികളുടെ ചലച്ചിത്രോത്സവം ഒക്ടോബർ 18 മുതൽ 23 വരെ നടക്കും. 20 രാജ്യങ്ങളിൽ നിന്ന് 175 ചിത്രങ്ങൾ ഇത്തവണ മേളയ്ക്കെത്തും. കുട്ടികൾക്കായുള്ള ചിത്രങ്ങളും കുട്ടികൾ ഒരുക്കിയ ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കും. കുട്ടികൾക്കായുള്ള ചലച്ചിത്ര നിർമ്മാണ ശില്പശാലയടക്കം ഒട്ടേറെ പുതുമകളുമായാണ് ഇത്തവണ മേളയെത്തുന്നത്. ഒക്ടോബർ 18 മുതൽ ആരംഭിക്കുന്ന മൂന്നാമത് ഷാർജ അന്താരാഷ്ട്ര കുട്ടികളുടെ ചലച്ചിത്രോത്സവത്തിൽ 20 രാജ്യങ്ങളിൽ നിന്നുള്ള 175 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുകയെന്ന് ഡയറക്ടർ ഷെയ്ഖ ജവാഹിർ ബിൻ അബ്ദുള്ള അൽ കാസിമി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷാർജ ഭരണാധികാരിയുടെ പത്നി ഷെയ്ഖ ജവാഹിർ ബിൻ മുഹമ്മദ് അൽ കാസിമിയുടെ രക്ഷാകർതൃത്വത്തിൽ ഷാർജ മീഡിയ ആർട്സ് ഫോർ യൂത്ത് ആൻഡ് ചിൽഡ്രൻസിന്റെ ആഭിമുഖ്യത്തിലാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി പുതിയ പരിപാടികൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് UAE-യിൽ സിനിമാ രംഗത്ത് പുത്തൻ പ്രതിഭകളെ വാർത്തെടുക്കൂ എന്ന ലക്ഷ്യത്തോടെയാണിത്. ലോകത്തെ ഏറ്റവും വലിയ കുട്ടികളുടെ ചലച്ചിത്രോത്സവമായി മേളയെ മാറ്റുകയെന്ന ഉദ്ദേശ്യവുമുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ചിത്രങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ട്. 112 ചിത്രങ്ങളാണ് കഴിഞ്ഞ വർഷം പ്രദർശനത്തിനെത്തിയത്. ഇത്തവണ 175 ഉയർന്നു. കുട്ടികളുടെ പ്രശ്നങ്ങൾ വിഷയമാക്കുന്ന ചിത്രങ്ങളാണ് മുഖ്യമായും തെരഞ്ഞെടുത്തത്. ആഭ്യന്തര സംഘർഷങ്ങളും അഭയാർത്ഥി പ്രശ്നങ്ങളും പ്രതിപാദിക്കുന്ന ചിത്രങ്ങളുമുണ്ട്. ഷാർജ അൽ ജവാഹിർ റിസപ്ഷൻ സെന്റർ, സഹാറ സെന്ററിലെ നോവോ സിനിമാസ് എന്നിവിടങ്ങളിലായി രാവിലെയും വൈകിട്ടുമാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക. ഇതാദ്യമായി ഷാർജ ആർട്ട് ഫൗണ്ടേഷനിൽ ഔട്ട്ഡോർ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. ഒക്ടോബർ 28, 29 എന്നീ ദിവസങ്ങളിൽ ഖോർഫുഖാൻ, നവംബർ 4, 5 ദിബ്ബ അൽഹിസൻ, 9 കൽബ, 12 അൽമദാം, 15, 16 എന്നീ ദിവസങ്ങളിൽ അൽദൈദ്, 18, 19 അൽഹംരിയ, 22, 23 അൽബത്തായ എന്നിവിടങ്ങളിലാണ് പ്രദർശനം നടക്കുക. മീഡിയ 1 ഷാർജ. ഷാർജ അന്താരാഷ്ട്ര കുട്ടികളുടെ ചലച്ചിത്രോത്സവത്തിൽ ഇത്തവണ ഇന്ത്യയിൽ നിന്നും 7 ചിത്രങ്ങൾ, ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ 3, അനിമേഷൻ വിഭാഗത്തിൽ 1,
ഡോക്യുമെന്ററി വിഭാഗത്തിൽ ഒരു ചിത്രവുമാണ് പ്രദർശിപ്പിക്കുക. വിവിധ വിഭാഗങ്ങളിലായി 7 ചിത്രങ്ങളാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നുള്ളത്. ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ സത്യാൻഷു സിംഗ്, ദേവാൻഷു സിംഗ് എന്നിവർ സംവിധാനം ചെയ്ത ദി പപ്പറ്റ്, ലൈല ഖാന്റെ 6 കപ്പ് ചായ്, മാജിദ് ഇംതിയാസിന്റെ ചിൽഡ്രൻ ഓഫ് കോൺഫ്ലിക്റ്റ് എന്നീ ചിത്രങ്ങളാണുള്ളത്. ആനിമേഷൻ ഫിലിം വിഭാഗത്തിൽ ശില്പ റെനാഡയുടെ ദി വേൾഡ് ഓഫ് ഗൂപ്പി ആൻഡ് ഭാഗ എന്ന ചിത്രം പ്രദർശിപ്പിക്കും. ഡോക്യുമെന്ററി വിഭാഗത്തിൽ സൗമ്യാനന്ദ സാഹിയുടെ സ്മാൾ തിങ്സ് ബിഗ് തിങ്സ് ആണുള്ളത്. കുട്ടികൾ നിർമ്മിച്ച ചിത്രങ്ങളുടെ വിഭാഗത്തിൽ ഒരു കൂട്ടം 5ാം ക്ലാസ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ചിൽഡ്രൻസ് ഓഫ് ദി വേൾഡ്, ഷംബുക് ബിശ്വാസിന്റെ അവർ ബിറ്റ്, നീരജ ബിബിന്റെ പ്യുവറസ്റ്റ് ലവ് എന്നിവ വെള്ളിത്തിരയിലെത്തും. ഇതിനു പുറമെ ഹാഷിം ഷറഫ് സംവിധാനം ചെയ്ത ബഹ്റൈൻ ലഘുചിത്രത്തിൽ ഇന്ത്യൻ ബാലന്റെ കഥയാണ് പ്രതിപാദിക്കുന്നത്. ലബനാൻ അഭയാർത്ഥി കുട്ടികളും സുഡാനിലെ തെരുവ് ഭിന്നശേഷിക്കാരായ കുട്ടികളും നിർമ്മിച്ച ചിത്രങ്ങൾ മേക്ക് എ മൂവ്, മേക്ക് എ ചേഞ്ച് എന്ന വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. കുട്ടികൾക്കായി ഒരാഴ്ച നീളുന്ന ചലച്ചിത്ര നിർമ്മാണ ശില്പശാലയും ഇത്തവണയുണ്ട്. ഗൾഫ് ചിത്രങ്ങൾ, അറബ് ചിത്രങ്ങൾ, ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിമുകൾ, ആനിമേഷൻ ഫിലിമുകൾ, ഡോക്യുമെന്ററി ഫിലിമുകൾ, ഫീച്ചർ ഫിലിമുകൾ, കുട്ടികൾ നിർമ്മിച്ച ചിത്രങ്ങൾ എന്നീ വിഭാഗങ്ങളിലാണ് ചലച്ചിത്രോത്സവത്തിൽ പ്രദർശനം നടക്കുക. മനാൽ ബിൻ അമ്രു, അബ്ദുള്ള ഹസൻ അഹമ്മദ്, ഷാഹിൻ യസ്ദാനി, ഷുഐബ് ഇക്ബാൽ എന്നിവരാണ് ജൂറി അംഗങ്ങൾ. മീഡിയ 1, ഷാർജ. ഫ്രഞ്ച് പ്രധാനമന്ത്രിയും സംഘവും ദ്വിദിന സന്ദർശനത്തിന് സൗദിയിലെത്തുന്നു. സൗദി ഫ്രാൻസ് ബിസിനസ് ഫോറം 2ാം കിരീടാവകാശിയും ഫ്രഞ്ച് പ്രധാനമന്ത്രിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. ആണവ സഹകരണ കരാറും സന്ദർശനത്തിൽ ചർച്ചയാകും. ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ മാസങ്ങൾക്കകം പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുമെന്ന് ദുബായ് പോലീസ് മേധാവി മേജർ ജനറൽ കമീസ് മത്തർ അൽ മസീന അറിയിച്ചു. 32,000-ഓളം തൊഴിലാളികൾക്ക് പുതിയ സ്റ്റേഷൻ ഗുണകരമാകും. എമിറേറ്റ്സിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത വർഷം 5ഓളം പോലീസ് സ്റ്റേഷനുകൾ തുറക്കാനും പദ്ധതിയുണ്ട്. ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ 750ഓളം കമ്പനികളിലായി 32,000 തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. ഫ്രഞ്ച് പ്രധാനമന്ത്രി മാനുവൽ വാൽസും 100-അംഗ സംഘവും ഇന്ന് 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് സൗദിയിലെത്തും. വിദേശകാര്യ അന്താരാഷ്ട്ര വികസന മന്ത്രി ലോറൻസ് ഫാബിയോസ്, പ്രതിരോധ മന്ത്രി ജീൻ ഓസ്ട്രിയൻ, ഗതാഗത മറൈൻ മന്ത്രി അലൻ വിലാഡസ് തുടങ്ങിയ ഉന്നതരും സൗദി സന്ദർശനത്തിൽ ഫ്രഞ്ച് പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. സൗദി ഫ്രാൻസ് ബിസിനസ് ഫോറത്തിന്റെ 2ാമത് ഒത്തുചേരൽ 2ാം കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയും സൗദി ഉന്നത സാമ്പത്തിക സഭാ മേധാവിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാനും ഫ്രഞ്ച് പ്രധാനമന്ത്രിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കാനാണ് ഫ്രാൻസിൽ നിന്നുള്ള 100-അംഗ സംഘം പ്രധാനമന്ത്രിയോടൊപ്പം സൗദിയിലെത്തുന്നത്. സമാന എണ്ണം സൗദി ബിസിനസ് പ്രമുഖരും ഒക്ടോബർ 12, 13 തീയതികളിൽ റിയാദിൽ നടക്കുന്ന ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കും. സാമ്പത്തിക മേഖലയിലെ സഹകരണത്തിനും മുതൽ മുടക്ക് സംരംഭങ്ങൾക്കും പുറമെ സമാധാനാവശ്യത്തിനുള്ള ആണവ കരാറിനെക്കുറിച്ചും ദ്വിദിന സന്ദർശനത്തിനിടെ ഇരു രാഷ്ട്ര നേതാക്കളും ചർച്ച ചെയ്യും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സൗദിക്കും ഫ്രാൻസിനുമിടയ്ക്ക് $100 ബില്യൺ ബിസിനസ് നടന്നിട്ടുണ്ടെന്നാണ് കണക്ക്. ഫ്രാൻസിന്റെ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്കുള്ള 1ാമത്തെ സ്രോതസ്സാണ് സൗദി. സൗദിയുടെ വിദേശ മുതൽ മുടക്കിലെ 3ാമത്തെ രാജ്യം കൂടിയാണ് ഫ്രാൻസ്. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സാങ്കേതിക മേളയായ ജൈറ്റെക്സ് ടെക്നോളജി വീക്കിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഈ മാസം 18-ന് തുടക്കം കുറിക്കും. വിവര, ആശയവിനിമയ, സാങ്കേതിക വിദ്യാ മേഖലയിലെ ലോകപ്രശസ്ത കമ്പനികളും ബ്രാൻഡുകളും അണിനിരക്കുന്ന മേളയിൽ പുതിയ സാങ്കേതിക മുന്നേറ്റം അറിയാനും നേരിൽ കാണാനുമായി 150 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് എത്തുക. സാങ്കേതിക ഉപകരണങ്ങളുടെ വിൽപ്പനാ മാമാങ്കമായ ജൈറ്റെക്സ് ഷോപ്പറിന് തൊട്ടു പിന്നാലെയാണ് ജൈറ്റെക്സ് ടെക്നോളജി വീക്ക് വരുന്നത്. ഈ മാസം 18-ന് ആരംഭിക്കുന്ന ടെക്നോളജി വീക്കിൽ 150 രാജ്യങ്ങളിൽ നിന്നുള്ള 1,30,000 കമ്പനി മേധാവികളും പ്രതിനിധികളുമാണ് എത്തുക. ഇന്റർനെറ്റ്, സാങ്കേതിക വിദ്യക്കും ക്ലൗഡ് സൊല്യൂഷൻസിനും ഊന്നൽ നൽകിയാണ് 35-ാമത് ജൈറ്റെക്സ് ടെക്നോളജി മേള അരങ്ങേറുകയെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൗദി അറേബ്യയാണ് ഇത്തവണ മേളയുടെ രാജ്യപങ്കാളി. സൗദി അറേബ്യയിലെ വിവിധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ അവരുടെ സാങ്കേതിക മുന്നേറ്റങ്ങളും നേട്ടങ്ങളും മേളയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 വരെ തുടരുന്ന മേളയിൽ ഇന്ത്യയുൾപ്പെടെ 62-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള 3600-ലേറെ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തവുമുണ്ടാവും. അൾജീരിയ, ആസ്ട്രിയ, ഇന്തോനേഷ്യ, ഫലസ്തീൻ, ഇറാൻ, ദക്ഷിണാഫ്രിക്ക, സ്വീഡൻ, ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ് തുടങ്ങിയവ ഇതാദ്യമായി മേളക്കെത്തുന്നുണ്ട്. 794 കമ്പനികൾ ഇത്തവണ ജൈറ്റെക്സിൽ അരങ്ങേറ്റം കുറിക്കും. ആകെ പങ്കാളിത്തത്തിൽ 30% UAE-യിൽ നിന്ന് തന്നെയായിരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം സമാപിച്ച ജൈറ്റെക്സ് ഷോപ്പർ വിൽപ്പന മേളയിൽ നിന്ന് വ്യത്യസ്തമായി രജിസ്റ്റർ ചെയ്ത വ്യാപാര ബിസിനസ് സന്ദർശകർക്ക് മാത്രമാണ് സാങ്കേതിക മേളയിൽ പ്രവേശമുണ്ടാവുക. ഒരു ദിവസത്തേക്ക് 125 ദിർഹവും എല്ലാ ദിവസത്തേക്കും ഒരുമിച്ച് 200 ദിർഹവുമാണ് രജിസ്ട്രേഷൻ ഫീസ്. 18-ന് ഉച്ചയ്ക്ക് 1 മുതൽ 7 വരെയും മറ്റു ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ 7 വരെയുമാണ് നഗരി പ്രവർത്തിക്കുക. മീഡിയ 1, ദുബായ്.
ഒക്ടോബർ 18 മുതൽ 22 വരെ നടക്കുന്ന ജൈടെക് സാങ്കേതിക വാരത്തിൽ ദുബായ് പോലീസിന്റെ ഏറ്റവും പുതിയ 15 സ്മാർട്ട് സേവനങ്ങൾ അവതരിപ്പിക്കും. ഇതിനു പുറമെ 82 സ്മാർട്ട് സേവനങ്ങളും ജൈടെക്സിൽ പ്രദർശിപ്പിക്കുമെന്ന് ദുബായ് പോലീസ് സ്മാർട്ട് സർവീസ് ഡയറക്ടർ കേണൽ ഖാലിദ് അൽ റസൂഖി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്മാർട്ട് പോലീസ് ഓഫീസർ അഥവാ റോബോകോപ്പാണ് പുതിയ സ്മാർട്ട് സേവനങ്ങളിലെ പ്രധാനം. പോലീസ് നായകൾക്കായുള്ള വെർച്വൽ ട്രെയിനിംഗ് പ്രോഗ്രാം, ദുബായ് പോലീസ് ആപ്പിലെ ട്രാഫിക് സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ്, അപകട നോട്ടിഫിക്കേഷൻ, ദുബായ് പോലീസ് ജീവനക്കാർക്കുള്ള സ്മാർട്ട് അറ്റൻഡൻസ് സംവിധാനം, ആപ്പിൾ വാച്ചിലെ ഗതാഗത പിഴ നോട്ടിഫിക്കേഷൻ സംവിധാനം എന്നിവ പുതിയ സ്മാർട്ട് സേവനങ്ങളിൽ ചിലതാണ്. ദുബായ് പോലീസിന്റെ 10 വിഭാഗങ്ങൾ ജൈടെക്സിൽ സേവനങ്ങൾ അവതരിപ്പിക്കും. സ്റ്റാളുകളിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാവുന്ന ഇന്ററാക്റ്റീവ് ഗെയിമുകൾ ഉണ്ടാവും. നിരവധി സമ്മാനങ്ങളും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ദുബായ് പോലീസ് ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളുടെ പേര് നറുക്കെടുത്ത് സമ്മാനങ്ങൾ നൽകും. ദുബായ് പോലീസിന്റെ സ്മാർട്ട് സേവനങ്ങൾ വഴി 5.5 ലക്ഷത്തിലധികം ഇടപാടുകൾ ഇതുവരെ നടന്നു. പോലീസിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ പ്രതിവർഷം വൻ വർധനയുണ്ട്. 44% പേർ സ്മാർട്ട് സേവനങ്ങൾ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നു. സ്മാർട്ട് സംവിധാനങ്ങളിലൂടെ പണമടക്കുന്നവരുടെ എണ്ണം 21 നിന്ന് 31% വർദ്ധിച്ചിട്ടുണ്ട്. അറബി, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ, ചൈനീസ് ഭാഷകളിൽ ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. മീഡിയ 1 ദുബായ്. ബഹ്റൈനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു എഴുത്തുകാരന്റെ പുസ്തകം കൂടി പ്രകാശനം ചെയ്തു. യുവ സാഹിത്യകാരൻ രാജു ഇരിങ്ങൽ രചിച്ച കഥാസമാഹാരമാണ് പ്രകാശനം ചെയ്തത്. രാജു ഇരിങ്ങൽ എഴുതിയ 10 കഥകളുടെ സമാഹാരമായ കടലാമകളുടെ നഗരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ബഹ്റൈനിലെ പുസ്തകപ്രേമികളുടെയും സഹൃദയരുടെയും സംഗമം കൂടിയായിരുന്നു പ്രകാശന ചടങ്ങ്. KCA ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ പുസ്തകത്തിന്റെ പ്രതി രാജു ഇരിങ്ങലിന്റെ അമ്മക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. സുധീഷ് രാഘവൻ, PV രാധാകൃഷ്ണപിള്ള, അനിൽ വേങ്കോട്, മിനേഷ് രാമനുണ്ണി തുടങ്ങിയവർ പുസ്തകത്തെ സദസ്സിന് പരിചയപ്പെടുത്തി. K ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് ലതീഷ് ഭരതൻ, ശ്രീദേവി M മേനോൻ, പ്രവീൺ കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. പരിപാടിയിൽ ബാജി ഓടംവേലി സ്വാഗതവും സുധി പുത്തൻവേലിക്കര നന്ദിയും പറഞ്ഞു. സിറാജ് പള്ളിക്കര, മീഡിയ 1 ബഹ്റൈൻ. മസ്കത്ത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിംഗ് എന്റെ കേരളം എന്റെ മലയാളം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച വിജ്ഞാന മത്സരത്തിൽ അൽഗുബ്ര ഇന്ത്യൻ സ്കൂൾ ജേതാക്കളായി. ഒമാനിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 100 കണക്കിന് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ജൂനിയർ വിഭാഗത്തിൽ അൽഗുബ്ര ഇന്ത്യൻ സ്കൂളിലെ സിദ്ധാർത്ഥ് സജീവ്, അഭിരാമി അനിൽ ബാബു, മാളവിക ശിവപ്രസാദ് എന്നിവരുടെ ടീം ഒന്നാമതെത്തിയപ്പോൾ ഇതേ സ്കൂളിലെ സൗരവ് ശിവപ്രസാദ്, അഖിൽ ഗോപകുമാർ, വൈഷ്ണവ് എസ് നായർ എന്നിവരുടെ ടീം സീനിയർ കിരീടം സ്വന്തമാക്കി. ജൂനിയർ വിഭാഗത്തിൽ സീബ് ഇന്ത്യൻ സ്കൂൾ ടീം 2ാം സ്ഥാനവും ദാർസൈദ് ഇന്ത്യൻ സ്കൂൾ 3ാം സ്ഥാനവും നേടി. സീനിയർ വിഭാഗത്തിൽ മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ 2ാം സ്ഥാനത്തും ദാർസൈദ് ഇന്ത്യൻ സ്കൂൾ 3ാമതുമെത്തി. കവി പ്രഭാവർമ്മ ടെലിഫോണിലൂടെ മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ പബ്ലിക് റിലേഷൻ ഓഫീസർ പാർവതി ദേവിയാണ് പ്രശ്നോത്തരി നയിച്ചത്. കേരളത്തിന്റെ കല, സാഹിത്യം, രാഷ്ട്രീയം, സ്പോർട്സ്, ആനുകാലികം എന്നിവ ആധാരമാക്കിയായിരുന്നു മത്സരം. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിലെ പ്രഥമ പ്രവാസി ഫുട്ബോൾ അക്കാദമിയായ സ്പോർട്ടി ഏഷ്യയുടെ ജേഴ്സി പ്രകാശനം അഡ്രസ് ഷോപ്പി ജനറൽ മാനേജർ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. 100ലേറെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ മിഷ്രിഫ് പബ്ലിക് അതോറിറ്റി ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് സ്റ്റേഡിയത്തിലായിരുന്നു പ്രകാശന ചടങ്ങ്. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി പ്രവാസി ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ അക്കാദമിയിലൂടെ സാധ്യമായിട്ടുണ്ടെന്ന് സ്പോർട്ടി ഏഷ്യ GM VS നജീബ് പറഞ്ഞു. ഒമാനിലെ മലയാളി ക്ലബായ യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബ്ബ് ഒമാൻ ക്രിക്കറ്റ് ലീഗിൽ കളിക്കാൻ യോഗ്യത നേടി. ഇത് 2ാം തവണയാണ് UTSC ഒമാൻ ക്രിക്കറ്റ് ലീഗിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഒമാൻ ക്രിക്കറ്റ് ലീഗിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളി ക്ലബ്ബാണ് യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബ്ബ്. പൂർണ്ണമായും മലയാളികളാണ് ടീമിലെ അംഗങ്ങൾ എന്നത് മാത്രമല്ല, എല്ലാവരും തലശ്ശേരി സ്വദേശികൾ എന്നതാണ് ക്ലബിന്റെ പ്രത്യേകത. എന്നാൽ നിയമപ്രകാരം ടീമിൽ ഒരു ഒമാനി കളിക്കാരൻ വേണമെന്നതിനാൽ ഒമാൻ സ്വദേശിയായ സാലിം അൽ ബലൂഷി തലശ്ശേരിക്കാർക്ക് വേണ്ടി പയഡ് കെട്ടും. ഈ വർഷം C ഡിവിഷനിലാണ് കളിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, സാലം ഹൈദർ അൽ ബലൂഷി, അദ്ദേഹം OCC അമല ടീമിൽ കളിക്കുന്ന ഒമാനി പ്ലെയറാണ്. ഒമാൻ ക്രിക്കറ്റ് ക്ലബിൻ്റെ പുതിയ നിയമപ്രകാരം ഒരു ഒമാനി പ്ലെയർ വേണം. അതുകൊണ്ട് അദ്ദേഹം ഈ പ്രാവശ്യം UTSCക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉണ്ടാകുമെന്നും ഒരു ലക്ഷ്യം തലശ്ശേരിയിൽ നിന്നുള്ള ഒരു പ്ലെയർ ഒമാൻ നാഷണൽ ടീമിലേക്ക് വരണമെന്നുള്ളതാണ്. മസ്കത്ത് ഫുഡ്ലാൻഡ്സ് റെസ്റ്റോറന്റിൽ നടന്ന ചടങ്ങിൽ PO ജാബിർ ക്യാപ്റ്റൻ ഫലീലിന് ടീമിന്റെ പുതിയ ജേഴ്സി കൈമാറി. ടീമിന്റെ സ്പോൺസർമാരായ ഫോർമുല 3 അഡ്ഹസീവ് പ്രൊഡക്ട്സ് മാർക്കറ്റിംഗ് മാനേജർ നാസർ ഒമാനി താരത്തിന് ജേഴ്സി സമ്മാനിച്ചു. മീഡിയ 1 മസ്കത്ത്.
പ്രകൃതിയുടെ താളത്തോട് ചേർന്ന് ജീവിക്കണമെന്ന് പ്രമുഖ നടൻ ശ്രീനിവാസൻ പറഞ്ഞു. ISC മലയാളി വിഭാഗം സലാലയിൽ ഒരുക്കിയ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമിയിലുള്ള ജന്തുജാലങ്ങളും പ്രകൃതിയും മനുഷ്യൻ തമ്മിലുള്ള താളം മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് പ്രമുഖ സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ ശ്രീനിവാസൻ പറഞ്ഞു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഹാളിൽ മലയാള വിഭാഗം സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യം, കൃഷി എന്നീ രംഗത്ത് മാതൃകയായിരുന്ന നമ്മുടെ കേരളം ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. രാസവസ്തുക്കളും കീടനാശിനികളില്ലാത്ത കൃഷി കേരളത്തിൽ സാധ്യമാണ്. പ്രകൃതിദത്തമായ വളം ഉപയോഗിച്ചുകൊണ്ടുള്ള സീറോ ബജറ്റ് കൃഷിക്ക് കർഷക കൂട്ടായ്മകളെ പ്രേരിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. കാർഷിക വിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ചുള്ള ജൈവ കൃഷിയിലൂടെ അത് കേരളത്തിൽ പ്രായോഗികമാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മലയാളികളിൽ വ്യാപകമാകുന്ന ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുടെ മുഖ്യ കാരണം വിഷാംശമടങ്ങിയ ഭക്ഷണമാണ്. ആരോഗ്യരംഗം വലിയ ചൂഷണ മേഖലയായി മാറിയിരിക്കുകയാണ്. ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുടെ ചികിത്സയുടെ പേരിൽ വലിയ സാമ്പത്തിക ചൂഷണമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സദസ്യരുടെ നിരവധി ചോദ്യങ്ങൾക്ക് അദ്ദേഹം നർമ്മത്തിൽ പൊതിഞ്ഞ മറുപടി നൽകി. ഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്ന ആഹ്ലാദമാണ് തന്നെ ഏറ്റവുമേറെ സന്തോഷിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ആക്ഷേപഹാസ്യമായി അവതരിപ്പിക്കുകയാണ് താൻ ചെയ്യുന്നത്. സന്ദേശം എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ അപ്പോൾ എഴുതിയതാണ്, ലൊക്കേഷനിൽ വെച്ച് എഴുതിയതാണ്. സർഗവേദി കൺവീനർ CP സുരേന്ദ്രൻ മോഡറേറ്ററായിരുന്നു. ഡോക്ടർ നിഷ്ഠാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ EG സുബ്രൻ സ്വാഗതം പറഞ്ഞു. മീഡിയ 1 സലാല. ബിഷപ്പ് മൂർ അലൂമിനി അസോസിയേഷൻ കുവൈത്ത് ഓണം ഈദ് സംഗമം സംഘടിപ്പിച്ചു. സാം പൈനുമൂടിന്റെ അധ്യക്ഷതയിൽ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് ജോൺ തോമസ് ഉദ്ഘാടനം ചെയ്തു. വിനോദ് കുമാർ, ഫസനുൽ ഖന്ന, സന്തോഷ് ഫിലിപ്പ്, AI കുര്യൻ, ബാബുജി ബത്തേരി എന്നിവർ ആശംസകൾ നേർന്നു. ലോക മാനസികാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് ദോഹയിൽ മീഡിയ പ്ലസും ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററും സംയുക്തമായി സെമിനാർ സംഘടിപ്പിച്ചു. ലോകത്തെമ്പാടും സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും സമാധാനപരമായ സഹവർത്തിത്വത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ക്രിയാത്മകവും രചനാത്മകവുമായ മാർഗങ്ങളിലൂടെ അതിനെ അതിജീവിക്കുവാൻ സമൂഹം സജ്ജമാകണമെന്ന് സെമിനാറിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന സെയിന്റ് സ്റ്റീഫൻസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവക വികാരി ഫാദർ സജു ഫിലിപ്പിന് യാത്രയയപ്പ് നൽകി. വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്കു ശേഷം നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ ഇടവക ട്രസ്റ്റി K. രാജു അധ്യക്ഷത വഹിച്ചു. ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ നിന്ന് മികച്ച വിദ്യാർത്ഥിക്കുള്ള ബഹുമതി നേടി 2009 പഠനം പൂർത്തിയാക്കിയ ഫാദർ സജു ഫിലിപ്പ് 2011 കുവൈറ്റിലെത്തിയത്. സെന്റ് സ്റ്റീഫൻസ് ഇടവകയുടെ വികാരിയായി ചുമതലയേറ്റതോടെ ഇടവകയുടെ ആധ്യാത്മിക സംഘടനകളായ യുവജന പ്രസ്ഥാനം, സൺഡേ സ്കൂൾ, മർത്തമറിയ സമാജം, ഗായക സംഘം, ശുശ്രൂഷക സംഘം എന്നിവയുടെ രൂപീകരണത്തിനും വളർച്ചയ്ക്കും നേതൃത്വം നൽകി. കുവൈത്ത് എപ്പിസ്കോപ്പൽ ചർച്ചസ് ഫെലോഷിപ്പിന്റെ പ്രസിഡന്റായും കുവൈത്ത് ജോൺ ഓർത്തഡോക്സ് യൂത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. യാത്രയയപ്പ് ചടങ്ങിൽ സെക്രട്ടറി ബിനു തോമസ് സ്വാഗതം പറഞ്ഞു. മാത്യൂസ് ഉമ്മൻ, അലക്സ് പി ജോർജ്, സൂസൻ വർഗീസ്, ഷിബു എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ഫാദർ സാജു ഫിലിപ്പ് മറുപടി പ്രസംഗം നടത്തി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കോഴിക്കോട് ജില്ലയിലെ കടലൂർ നിവാസികളുടെ സാംസ്കാരിക കൂട്ടായ്മയായ സ്വാതന്ത്ര്യം കടലൂർ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടി ഷബീർ മണ്ടോളി ഉദ്ഘാടനം ചെയ്തു. നന്ദി, തിക്കോടി, കോടിക്കൽ പ്രദേശത്തുകാരായ നൂറുകണക്കിന് പ്രവാസികളും കുടുംബാംഗങ്ങളും സ്നേഹസംഗമത്തിൽ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ അബ്ദുറഹിമാൻ വദ് അധ്യക്ഷനായിരുന്നു. റഷീദ് മണ്ടോളി, മുഹമ്മദ് റാഫി, ഫിറോസ് ചങ്ങോർത്ത, ഷുഹൈബ് റഷീദ് എന്നിവർ സംസാരിച്ചു. കുവൈത്തിൽ 35 വർഷം പൂർത്തിയാക്കിയ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. സ്നേഹസംഗമത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സുവനീർ അഷ്റഫ് ഖാൻ കമ്പനി പ്രതിനിധി മെഹബൂബ് പ്രകാശനം ചെയ്തു. ഗാനമേള, ലഘുനാടകം, വിവിധ മത്സരങ്ങൾ എന്നിവയും അരങ്ങേറി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഷാർജയിൽ 1 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വില്ലയുടെ മുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അൽ റഹ്മാനിയ പ്രദേശത്ത് തിങ്കളാഴ്ച രാവിലെയാണ് കുട്ടിയെ കണ്ടെത്തിയത്. വില്ല ഉടമയാണ് വിവരം പോലീസിനെ അറിയിച്ചത്. കുട്ടിയെ ഉടൻ അൽ കാസിമി ആശുപത്രിയിലേക്ക് മാറ്റിയതായും കുട്ടി ആരോഗ്യവതിയാണെന്നും പോലീസ് പറഞ്ഞു. മാതാപിതാക്കളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയെ ഉടൻ ഷാർജ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്ക് കൈമാറും. 2 മാസത്തിനിടെ ഷാർജയിൽ ഉപേക്ഷിക്കപ്പെടുന്ന 4ാമത്തെ കുട്ടിയാണിത്. മസ്കത്ത് ഇന്ത്യൻ എംബസി ജീവനക്കാരി തൃശൂർ ആളൂർ സ്വദേശി നിഷ അശോക് അന്തരിച്ചു. 44 വയസ്സായിരുന്നു. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാദിക ബീറിലെ വ്യവസായി അശോകന്റെ ഭാര്യയാണ് മകൾ കീർത്തന. ചാവേർ സ്ഫോടനത്തിൽ തകർന്ന കുവൈറ്റ് സിറ്റിയിലെ ഇമാം ജാഫർ സാദിഖ് പള്ളിയുടെ പുനർനിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചു. സ്ഫോടനത്തിന്റെ ശേഷിപ്പുകൾ കാണാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കുന്നതിന് വേണ്ടിയാണ് അറ്റകുറ്റപ്പണികൾ താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് പള്ളി അധികൃതർ അറിയിച്ചു. തീവ്രവാദി ആക്രമണത്തിൽ കുവൈറ്റ് ജനത അനുഭവിച്ച വേദനയുടെ സ്മാരകമായി കുറെ നാളുകൂടി മസ്ജിദ് നിലവിലെ അവസ്ഥയിൽ നിലനിർത്താനാണ് അധികൃതരുടെ തീരുമാനം. സ്ഫോടനത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന ഫോട്ടോകൾ പള്ളിയിൽ പ്രദർശിപ്പിക്കുമെന്നും ഇമാം മസ്ജിദ് സൂപ്പർവൈസർ അറിയിച്ചു. വിജി സ്റ്റവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.